വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് റുക്സാന അജ്മൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സോഫ്റ്റുമായിട്ടുള്ള ബീട്രൂട്ട് ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. 3 ചേരുവകൾ മാത്രം മതി. ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഹൽവയുടെ അതേ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തൊലി നീക്കം ചെയ്ത ബീട്രൂട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കപ്പിന്റെ അളവിൽ 2 കപ്പാണ് ഞാൻ ബീട്രൂട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയുടെ ജാറിനകത്തിട്ട് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം. ബീട്രൂട്ടിനെ അരച്ചെടുത്തിട്ടുള്ള ജ്യൂസാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിനു വേണ്ടിയിട്ട് ഇത് അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ ഒരു കപ്പിൽ തന്നെ ഞാൻ ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ച വെള്ളം തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതാവുമ്പോൾ കുറച്ച് കളറും കൂടെ കിട്ടും. അതിനു വേണ്ടിയിട്ട് ആ ഒരു ബീട്രൂട്ടിന്റെ വെള്ളം തന്നെയാണ് 1 കപ്പ് അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നന്നായിട്ട് ജ്യൂസാക്കി അരച്ചെടുക്കണം. ഒരു തരി പോലും കട്ടയില്ലാതെ നമുക്ക് ഇതേപോലെ ബീട്രൂട്ട് ജ്യൂസാക്കി അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിനെ അരിപ്പയിലേക്ക് മാറ്റി ഒന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്ത് ഒരു തരി പോലും കട്ടയില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്നത് പോലെ സോഫ്റ്റ് ആയിട്ട് ബീട്രൂട്ട് ഹൽവ കിട്ടത്തുള്ളൂ. ഇനി ഞാൻ അരച്ചെടുത്ത ആ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ടോട്ടൽ 2 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ അരിപ്പയിൽ അടിഞ്ഞിരിക്കുന്ന മട്ടിനെയൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജ്യൂസിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ലൂസായിട്ട് ഇവിടെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ജ്യൂസിലേക്ക് ആവശ്യമുള്ളത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ 5 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ കയ്യിലില്ലാത്തവർക്ക് മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മൈദ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ ബേക്കറിയിലൊക്കെ കിട്ടുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കോൺഫ്ലവർ കയ്യിലില്ലാത്തവർക്ക് മൈദയും യൂസ് ചെയ്യാവുന്നതാണ്. 5 ടേബിൾ സ്പൂൺ തന്നെ അളവിൽ ഇത് കറക്റ്റായിട്ട് അളന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ബീട്രൂട്ടൊന്നും പച്ചരുചി മാറാതെ വെന്ത് കിട്ടാതിരിക്കും. അപ്പം 5 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കറക്റ്റായിട്ട് അളന്ന് ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും പോലും കട്ട കിടക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം. കടായിലേക്ക് ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം മീഡിയം ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും ആക്കിയിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ബീട്രൂട്ടിന്റെ പച്ചരുചിയൊക്കെ നന്നായിട്ട് മാറി കിട്ടണം. അതിനായിട്ട് ആദ്യം നമ്മളിത് കടായിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ഇത് നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് അതിൻ്റെ പച്ചരുചിയൊക്കെ നന്നായിട്ട് മാറണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ചെറിയ തീയിൽ വെച്ചുകൊണ്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയും വേണം. ഇതേപോലെ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ തിക്കായിട്ട് കിട്ടും. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനെ ഇളക്കണം. ഇതിനെ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഹൽവയിൽ മെയിൻ ആയിട്ട് ചേർക്കേണ്ട സാധനമാണ് നെയ്യ്. നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 4 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഈ ഒരു ബീട്രൂട്ട് ഹൽവയ്ക്ക് വേണ്ടിയിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിനെ ഇളക്കി നെയ്യിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ആ സമയത്ത് നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇളക്കി ഇതിൽ നിന്ന് ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നിടം വരെയാണ് നമ്മൾ ഈ നെയ്യിലിട്ട് വഴറ്റിയെടുക്കേണ്ടത്. വീണ്ടും നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് മൊത്തം ചേർത്ത് കൊടുത്തിട്ടുള്ളത് 4 ടേബിൾ സ്പൂൺ അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ നിന്നും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തിളച്ച് വറ്റി ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലേക്ക് എത്തും. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ക്രഷ് ചെയ്തതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഹൽവയുടെ എല്ലാ ഭാഗത്തും ഈ ഒരു അണ്ടിപ്പരിപ്പ് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. നമ്മൾ സ്പൂണ് നീക്കുന്നതിനനുസരിച്ചിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇതേപോലെ സ്പൂൺ നീക്കുന്നതിനനുസരിച്ചിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിന് എത്തുമ്പോഴത്തേക്കിന് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്.
ഇനി ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി ഇത് നമ്മൾ ഒഴിച്ചു വെക്കേണ്ടത് ഇതേപോലെ നെയ്യ് ചേർത്ത് ബ്രഷ് ചെയ്ത ഒരു പാത്രത്തിലേക്കാണ്. ഞാൻ ഇതേപോലെ ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നറിനകത്തേക്കാണ് മാറ്റുന്നത്. നിങ്ങളുടെ കൈവശം കേക്കൊക്കെ ഉണ്ടാക്കുന്ന മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു വട്ടച്ചോറ്റുപാത്രം ഉണ്ടെങ്കിൽ ചോറ്റുപാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇതേപോലെ ചതുരത്തിൻ്റെ ഷേപ്പിലുള്ളതിനകത്ത് മാറ്റുവാണെങ്കിലാണ് നമുക്ക് ഇതേ ഒരു ഹൽവയുടെ ഷേപ്പിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിനകത്തേക്ക് ഈ ഹൽവയുടെ മിക്സിനെ മാറ്റാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ ഭാഗവും ഒരേപോലെ എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടാറുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഏകദേശം 1 മണിക്കൂർ, 1.25 മണിക്കൂർ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫാനിൻ്റെ ചൂട്ടിൽ വെക്കാവുന്നതാണ്. ഫാനിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചൂട് മാറി കിട്ടുന്നതാണ്. ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഇത് ബീട്രൂട്ട് ആണെന്ന് പോലും പറയത്തില്ല, അതേപോലെ ടേസ്റ്റാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടുകയും ചെയ്യും. ഇനി ബേക്കറിയിൽ നിന്നൊക്കെ ക്യാഷ് കൊടുത്ത് ഹൽവ വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ ഹൽവ റെഡിയാക്കി നമുക്ക് വിരുന്നുകാർക്കൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീട്ടിൽ പോകുമ്പോൾ നമുക്ക് കൊടുക്കാം. അതുമല്ല നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രമാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പീസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഹൽവയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഗുഡ് ബൈ.